നിങ്ങൾക്ക് എല്ലാവർക്കും lifestyledisorders.com-ലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൽ അഥവാ ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ടതും നമ്മെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതുമായ കൊളസ്ട്രോളിനെ സംബന്ധിച്ചാണ്. കൊളസ്ട്രോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ഹാർട്ട് അറ്റാക്കും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വളരെ കൃത്യമായ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയും അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അണുവിട തെറ്റാതെ നമ്മൾ അനുസരിക്കുന്നതും കൊളസ്ട്രോൾ പേഷ്യൻ്റ് ആയിരിക്കും. എന്താണ് കൊളസ്ട്രോൾ? എന്തിനാണ് നാം കൊളസ്ട്രോളിനെ ഇത്രയധികം ഭയപ്പെടുന്നത്? ഞങ്ങൾക്ക് തോന്നുന്നത് കൊളസ്ട്രോൾ, ഹാർട്ട് അറ്റാക്ക്, മരണം എന്ന ഭയപ്പെടുത്തലിലൂടെ നാം കൊളസ്ട്രോളിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കാറില്ല. അഥവാ നമ്മെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് കൊളസ്ട്രോളിൻ്റെ നല്ല വശങ്ങൾ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുകയില്ല എന്നതാണ് വാസ്തവം. ഒരു 15-20 വർഷമൊക്കെ അതിന് മുമ്പൊക്കെ നാം ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു രോഗസംബന്ധമായൊക്കെ ചെല്ലുമ്പോൾ അത് അവിടെ നമുക്കുണ്ടായിരുന്ന അനുഭവം വളരെ കൺസോൾവിങ് അഥവാ റീഅഷ്വറിങ് ആയിരുന്നു. അതായത് ഡോക്ടേഴ്സ് നമ്മളോട് പലപ്പോഴും പറയാറ് കുഴപ്പമില്ല, പേടിക്കണ്ട, അങ്ങനെയൊക്കെയാണ്. എന്നാൽ ചികിത്സാ രംഗം കൂടുതൽ കൊമേഴ്ഷ്യൽ ആയപ്പോഴേക്കും ഒരു ചെറിയ രോഗത്തിന് പോലും നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും അതിനുശേഷം ഡോക്ടർ എന്ത് നിർദ്ദേശിച്ചാലും അതെല്ലാം അതേപടി അനുസരിക്കുന്ന ഒരു രോഗിയുടെ മൈൻഡ് സെറ്റിലേക്ക് നമ്മെ എത്തിച്ചേരുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഇന്നത്തെ ഡോക്ടർമാർ മാറിയിരിക്കുന്നു. അഥവാ അവർ ഇത്തരത്തിലുള്ള രീതിയിലേക്ക് ഒരു ട്രാപ്ഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കൊളസ്ട്രോളിനെ കുറിച്ച് മോഡേൺ മെഡിസിനിലെ ലേറ്റസ്റ്റ് ബുക്കിൽ ലൈക്ക് ഗുഡ്മാൻ ആൻഡ് ഗിൽമാൻ പറയുന്നത് കൊളസ്ട്രോൾ ഈസ് നോട്ട് എ വില്ലൻ ബട്ട് ഹീറോ എന്നാണ്. കൊളസ്ട്രോൾ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാറ്റ് ബേസ്ഡ് സ്ട്രക്ചറൽ മോളിക്യൂൾ എന്നാണ് മോഡേൺ മെഡിസിനിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ വിശേഷിപ്പിക്കുന്നത്. കൊളസ്ട്രോൾ ഈസ് എ വൈറ്റൽ കോമ്പൗണ്ട് ഓഫ് എവറി സെൽ മെംബ്രെയിൻ ഓൺ എർത്ത്. നമ്മുടെ സെൽ മെംബ്രെയിന് പുറമെ നമ്മുടെ ശരീരത്തിലെ പല പ്രധാനപ്പെട്ട സ്റ്റിറോയിഡ് ഹോർമോൺസ് ലൈക്ക് ഇസ്ട്രജൻ, അതുപോലെ ടെസ്റ്റോസ്റ്റിറോൺ, കോർട്ടിസോൾ, ബൈൽ ആസിഡ് എന്നിവയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൊളസ്ട്രോൾ. അതായത് കൊളസ്ട്രോൾ ഇല്ലാതെ ഒരു ജീവികൾക്കും ജീവിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഡോക്ടർമാർ കൊളസ്ട്രോൾ അനാലിസിസ് അതിനുശേഷം LDL അഥവാ ബാഡ് കൊളസ്ട്രോൾ കൂടുതലും HDL അഥവാ ഗുഡ് കൊളസ്ട്രോൾ കുറവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. നമ്മുടെ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന കൊളസ്ട്രോൾ ശരീരത്തിലെ മറ്റു കോശങ്ങളിലേക്ക് എത്തിക്കുക എന്ന ജോലിയാണ് LDL കൊളസ്ട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് LDL കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറിഡ്സ്, ഫോസ്ഫോലിപ്പിഡ്സ് എന്നിവയുടെ അളവ് വളരെ കൂടുതലും പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ LDL കൊളസ്ട്രോൾ ഡെൻസിറ്റി കുറഞ്ഞ വലിയ മോളിക്യൂളായിരിക്കും കോശങ്ങളിൽ എത്തിച്ചേർന്ന LDL കൊളസ്ട്രോളിൽ നിന്ന് നമ്മുടെ ടിഷ്യൂസ് കൊളസ്ട്രോൾ വലിച്ചെടുക്കുകയും അതിനെ എനർജിയായി മാറ്റി ഉപയോഗപ്പെടുത്തുകയും ഇങ്ങനെ LDL കൊളസ്ട്രോളിലെ അതിൻ്റെ ഫാറ്റിനെ കോശങ്ങളിലേക്ക് കൊടുത്തിട്ട് തിരിച്ചു വരുന്ന ഒരു ഫോമാണ് HDL. പിന്നെ എപ്പോഴാണ് LDL നമുക്ക് വില്ലനാവുന്നത്? ഇതിന് പ്രധാനപ്പെട്ട 2-3 കാരണങ്ങളാണ് പറയപ്പെടുന്നത്. ഇതിൽ ഒന്നാമത്തേത് ഫോർമേഷൻ ഓഫ് സ്മോൾ ഡെൻസ് LD കൊളസ്ട്രോൾ ഡ്യൂ ടു ഹൈപ്പർ ഇൻസുലിമിയ. അതായത് നാം കഴിക്കുന്ന ആഹാരത്തിലൂടെ നമുക്ക് ലഭിച്ച ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ ഇൻസുലിൻ്റെ സഹായത്തോട് എനർജി ആറ്റി മാറ്റുന്നതിനായി കോശങ്ങളിലേക്ക് കടത്തിവിടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതായത് സെൽ മെംബ്രെയിനിലുള്ള ഇൻസുലിൻ റിസപ്റ്റേഴ്സിൻ്റെ സെൻസിറ്റിവിറ്റി കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻസിൻ്റെ പെർമിയബിലിറ്റി കുറയുന്നു. ഇതുമൂലം ഷുഗർ അഥവാ ഗ്ലൂക്കോസ് മെറ്റാബോളിസത്തിലേക്ക് കടക്കാതെ ബ്ലഡിൽ നിലനിൽക്കുകയും ഇതുമൂലം ബ്ലഡ് ഷുഗർ കൂടുകയും ഇതിനെ നിയന്ത്രിക്കുന്നതിനായി ഇത് കൂടുതൽ ഇൻസുലിൻ ബ്ലഡിലേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ രക്തത്തിൽ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ ഇൻസുലിമിയ. ഇത് സ്മോൾ ഡെൻസ് LDL കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും കാർഡിയാക് ഡിസീസിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന സ്മോൾ ഡെൻസ് LDL പാർട്ടിക്കിൾ ഓക്സിഡൈസ്ഡ് ആവുകയും നമ്മുടെ ആർട്ടറിയുടെ ലൈനിങ്ങിൽ കൂടി ഡിപ്പോസിറ്റുമായി ആർട്ടറിയിലേക്ക് ഇൻഫ്ലമേഷനും ഡാമേജും ഉണ്ടാക്കുന്നതിനും ഇടയാക്കുന്നു. മറ്റൊരു പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന അമിത ആഹാരം, അതനുസരിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതാവുകയുമാണ്. അതായത് നാം കഴിക്കുന്ന ആഹാരത്തിലൂടെ ലഭിക്കുന്ന ഗ്ലൂക്കോസ് ഫാറ്റ് എനർജിയായി മാറ്റി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുകയും എൻഡോപെറോക്സിഡേഷൻ ഓഫ് LDL കൊളസ്ട്രോൾ അതിന് ഉണ്ടാക്കുന്നതിനിടയാക്കുകയൊക്കെ ചെയ്യുന്നു. കൂടാതെ നാം ഉപയോഗിക്കുന്ന മരുന്നുകളും പ്രത്യേകിച്ച് NSAIDs അഥവാ പെയിൻ കില്ലർ ആർട്ടറീസിന് ഇഞ്ചുറി, ഇൻഫ്ലമേഷൻ എന്നിവ ഉണ്ടാക്കുന്നതിനും പ്രധാന പങ്കുവഹിക്കുന്നു. ഇന്ന് കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കുന്നതിന് ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്ന മരുന്നാണ് സ്റ്റാറ്റിൻസ്.
കൊളസ്ട്രോൾ കുറയ്ക്കുന്നുണ്ട് മാത്രം ജീവൻ രക്ഷിക്കാം എന്ന് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. നേരെ മറിച്ച് കൊളസ്ട്രോൾ ഒത്തിരി കുറയ്ക്കുന്നത് സെൽ ഡാമേജ്, ഡെത്ത് ഡ്യൂ ടു ഡീജനറേറ്റീവ് ഡിസീസ് ലൈക്ക് ക്യാൻസർ എന്നിവയ്ക്ക് കാരണമായേക്കാം. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുള്ള ഫസ്റ്റ് ലൈൻ മെഡിക്കേഷൻ എന്നുള്ളത് മിതമായ ഭക്ഷണവും വ്യായാമവുമാണ്. ഇത് പൊതുവെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് ഉപയോഗിച്ച് വരുന്ന സ്റ്റാറ്റിൻസ് എന്ന മരുന്ന് ഹൈ കൊളസ്ട്രോൾ ലെവലിന്റെ ആക്യൂട്ട് ഫേസ് നിയന്ത്രിക്കുന്നതിനായി വളരെ കുറച്ച് സമയം മാത്രം ഉപയോഗിക്കുന്നതാണ് ഉത്തമം. കാരണം സ്റ്റാറ്റിന്റെ പ്രധാനം സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ മസിൽസിനെ വീക്ക് ആക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്റ്റാറ്റിൻസ് കഴിക്കുമ്പോൾ നമുക്ക് മസിൽ പെയിൻ ഉണ്ടാകുന്നത്. കൂടാതെ സ്റ്റാറ്റിൻസിന്റെ ആക്ഷന്റെ ഫലമായി നമുക്ക് നഷ്ടം വരുന്ന ഒരു പ്രധാന എൻസൈമാണ് കോ എൻസൈം അഥവാ ക്യൂട്ടൻ. നമ്മുടെ ആഹാരത്തിലൂടെ ലഭിക്കുന്ന എനർജി കോശങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാൽ മുഖ്യ പങ്ക് വഹിക്കുന്ന എൻസൈമാണ് കോ എൻസൈം ക്യൂട്ടൻ. മാത്രമല്ല മസിൽസിന്റെ ഫംഗ്ഷന് വേണ്ട എനർജി ലഭിച്ചില്ല എങ്കിൽ രോഗിക്ക് ജീവൻ നഷ്ടമാകുന്നത് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് കൊണ്ടായിരിക്കില്ല, മറിച്ച് മയോകാർഡിയൽ ഇൻഫാക്ഷൻ അഥവാ ഹൃദയത്തിന്റെ പ്രവർത്തനം നിൽക്കുന്നത് മൂലമാകാം എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എന്താണ് ഇതിനൊരു ബെറ്റർ സൊല്യൂഷൻ? ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിന് സ്റ്റാറ്റിൻസ് പോലുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ സപ്പോർട്ടീവായ ശരീരത്തോട് കൂടുതൽ നാച്ചുറൽ ആന്റി ഓക്സിഡൻസ് നൽകുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള നാച്ചുറൽ ഫോർമുലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കൊളസ്ട്രോൾ ലോവറിംഗ് മെഡിസിൻ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിനും പാർശ്വഫലങ്ങൾ കുറയ്ക്കുന്നതിനും വളരെ സഹായകരമായിരിക്കുമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. ഇതിനായി നിങ്ങൾക്ക് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു. ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് ഞങ്ങളുടെ lifestyledisorders.comന്റെ ആരോഗ്യ വിദഗ്ധരുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. ഫോർ ഓൺലൈൻ കൺസൾട്ടേഷൻ www.lifestyledisorders.com. കൂടാതെ ഞങ്ങളുടെ ടെലിഫോൺ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും lifestyledisorders.comലെ ആരോഗ്യ വിദഗ്ധരുമായി ബന്ധപ്പെടണം.